കാരണം ചൂടൊക്കെയാണ് BLDC ഫാൻ വാങ്ങണം, ഏത് വാങ്ങണം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ കുറേ മെസ്സേജസ് ഞാൻ കണ്ട്. സോ BLDC വാങ്ങിയത് കൊണ്ട് മാത്രമായില്ല, കുറച്ച് കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കുറച്ച് കൂടുതൽ കറണ്ട് സേവിങ്സ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. സോ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബെഡ്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 28 വാട്ട്സ് മതിയാകും. കാരണം നോർമലായിട്ട് വാട്ട്സ് കൂടുതലുള്ളതുകൊണ്ടാണ് നോർമൽ ഫാനിന് നമുക്ക് കറണ്ട് കൂടുതൽ എടുക്കുന്നത് പറഞ്ഞത്. ഇത് BLDCയിൽ 28 to 48 വരെ റേഞ്ചിലൊക്കെ ഉണ്ട്. സോ മാക്സിമം വാട്ട്സ് കുറഞ്ഞാൽ അത്രയും കറണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് CMM ആണ്, വായുവിന് നീക്കുന്ന ഒരു അളവാണിത്. ഇതൊരു 210 48 വാട്ട്സ് ഈസ് ബെറ്റർ. ബട്ട് 210 to 230 ഒരു 28 വാട്ട്സിലൊക്കെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ബെറ്റർ. മൂന്നാമതായിട്ട് നോക്കേണ്ടത് 300 to 350 RPM വരുന്ന മോട്ടർ നിങ്ങൾ ചൂസ് ചെയ്യണം. ബിക്കോസ് അതിൽ കൂടിയാൽ നോയ്സ് ഉണ്ടാവും. നാലാമതായിട്ട് സ്പീഡ് ഷിഫ്റ്റിംഗ് നോക്കണം. അഞ്ചാമതായിട്ട് റൂമിനനുസരിച്ചുള്ള ബ്ലേഡ് സൈസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആറാമതായിട്ട് നിങ്ങൾ വാറണ്ടി നോക്കണം. ഏഴാമതായിട്ട് നിങ്ങൾ അതിന്റെ ബ്രാൻഡ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത്, എങ്ങനെയായാലും നോർമൽ ഫാനിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും BLDC ഫാനിന്റെ പ്രൈസ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് ബാക്ക് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് കണക്ക് പ്രകാരം ഈ സാധനം ഓടിയിട്ട് 2 വർഷം കൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പൈസ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. സോ അങ്ങനെ വേണ്ടാത്തരൊന്നും ചെയ്യരുത്. ബൈ.